ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമുക്കെടുക്കാം. 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് ജസ്റ്റ് വളരെ വേഗത്തിലൊന്ന് വായിക്കാം. യഹോവ അവരെ 7 സംവത്സരം മിദ്യാനിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേൽമേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹൂരങ്ങളെയും ഗുഹകളെയും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്യരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടുമാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മതി. ഹല്ലേലൂയ. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ഇസ്രായേൽ ജനത്തെ പലപ്പോഴും ദൈവം നടത്തിയിരുന്ന പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, അതുപോലെ രാജാക്കന്മാരിലൂടെ ഒക്കെയാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയത്. ഹല്ലേലൂയ. അവര് ആഗ്രഹിച്ച് ചോദിച്ചു, രാജാവ് വേണം, രാജാവ് വേണം, രാജാവ് വേണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം രാജാവിനെ കൊടുത്തു. അന്നേ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യം എല്ലാം പോവും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങ് നടത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ദൈവത്തിന് ജനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം, അയ്യോ ഈ തീ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, മോശയുടെ കാലഘട്ടങ്ങളിൽ ജനത്തെ കൊണ്ട് നടക്കുമ്പോൾ ആ ജനം അവരുടെ മധ്യത്തിൽ നടക്കുക. ദൈവത്തിൻ്റെ ഗ്ലോറി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മൃഗങ്ങൾ വരെ ആ പർവ്വതത്തിൽ തന്നെ തുടമ്പം തന്നെ കത്തിപ്പോവും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ കണ്ട് ജനത്തിനങ്ങോട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ വയ്യ, അങ്ങ് ഭയം. കാരണം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോഴാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നു, പിന്നീട് പുരോഹിതന്മാരെ നിയമിക്കുന്നു, പിന്നീട് ന്യായാധിപന്മാരെ നിയമിക്കുന്നു, അങ്ങനെ രാജാക്കന്മാരെ നിയമിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഭരണകൂടം നടന്നുകൊണ്ടിരിക്കും കാലഘട്ടം. ഹല്ലേലൂയ. ആ ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ ഓരോ സമയം, ഒരു 10-50 വർഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന് ഇവര് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുമ്പോൾ ദൈവം ഏതെങ്കിലും രാജ്യങ്ങളെ ഇവരുടെ അടിമയായി അങ്ങ് ഏൽപ്പിക്കും. ഹല്ലേലൂയ. അവരിങ്ങോട്ട് വന്ന് ഈ ഇസ്രായേൽ ജനത്തെ അടിച്ച് ദണ്ഡിപ്പിച്ച് അവരുടെ കൃഷി ഫലങ്ങളെല്ലാം തിന്ന് അവര് കൊള്ളയടിച്ചോണ്ട് പോകും. അപ്പോൾ കുറച്ച് നാളങ്ങനെ ആകുമ്പോൾ ഈ ജനം മാനസാന്തരപ്പെടും. അവര് തിരിച്ച് ദൈവസന്നിധിയിൽ വരും. എന്നിട്ട് നിലവിളിച്ച് കരയുമ്പോൾ ദൈവം ഒരാളിനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ അയാൾ ഒരു 10-30 വർഷമോ 50 വർഷമോ വരും. ഈ ജനത്തിന് വേണ്ടി ന്യായപാലനം ചെയ്യും, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരോട് സംസാരിക്കും, ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങനെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അങ്ങനെ നമുക്ക് അനവധി ന്യായാധിപന്മാർ, ശിംശോൻ, അതിലെ ഗിദെയോൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാലഘട്ടം ദൈവത്തിന്, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ഈ ഇസ്രായേൽ ജനം ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തെ താൽക്കാലികമായി ദൈവം എന്ത് ചെയ്തു? മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോ മിദ്യാന്യർ അന്ന് എന്താ ചെയ്യുന്നത്? അവര് ഇവരുടെ കൃഷിയിടങ്ങൾ, കൃഷിഫലങ്ങൾ, അവരുടെ കൊയ്ത്തുകൾ, അവരുടെ നന്മകൾ മുഴുവനും എന്ത് ചെയ്തു? അവര് കൊള്ളയടിക്കാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഈ രാജ്യത്തിലുള്ള ഇസ്രായേൽ ജനത്തിന് അവരുടെ കൃഷിഫലങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ, ഒരു നന്മ അനുഭവിക്കാൻ പറ്റാതെ വളരെയധികം പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കഷ്ടതയിലുമായി ഈ ജനത്തെ കൊള്ളയടിക്കുന്ന മിദ്യാന്യ ശക്തികളെ പേടിച്ച് അവർ വലിയ ഗുഹകളിൽ ചെന്ന് താമസിക്കുന്നു. സ്വന്തം വീടുകൾ വിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ സുനാമി വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ടെന്റ് കെട്ടി ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അങ്ങനെ കിടക്കുന്നത് പോലെ ഇവരെല്ലാം ചെന്ന് ഈ ജാതികളെ പേടിച്ച് യുദ്ധഭീഷണി മുഖാന്തരം ഇവർ വലിയ സ്ഥലങ്ങളിൽ, ഗുഹകളിലും വനങ്ങളിലും ഒക്കെ ചെന്ന് ഒളിച്ച് താമസിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ജനവും ഈ മിദ്യാന്യ ശക്തികളുടെയും അമോന്യരുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും ഈ കൊള്ള നിമിത്തം ഭയപ്പെട്ട് പേടിച്ച് വനങ്ങളിലും ഗുഹകളിലും ഒക്കെ താമസിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം, ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞിട്ട് ഒരു വ്യക്തി മാത്രം, എല്ലാവരും അടുത്തിട്ട് പറഞ്ഞിട്ട് ഒരു വ്യക്തി മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആ ഒരു വ്യക്തിയായി മാറേണ്ടതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വ്യക്തി മാത്രം. എല്ലാവരും, ഒരു രാജ്യത്തിൽ എത്ര വ്യക്തികൾ കാണുമെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന്റെ അവകാശമായ കൊയ്ത്ത്, അദ്ദേഹത്തിന്റെ ഗോതമ്പ്, അത് മിദ്യാന്യരുടെ കയ്യിലോ അമോന്യരുടെ കയ്യിലോ ഒരു കള്ളന്മാരുടെ കയ്യിൽ ഞാൻ കൊടുക്കത്തില്ല, ഇതെന്റെ ദൈവം എന്നെ
അനുഗ്രഹിച്ച് തന്നതാ എന്ന് പറഞ്ഞ് തൻ്റെ അധികാരത്തിലും തൻ്റെ അവകാശത്തിലും നിന്നുകൊണ്ട് അവൻ ആത്മസാന്നിധ്യത്തോടെ ശക്തിയോടെ മുന്തിരിച്ചക്കിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഗോതമ്പിനെ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗിദയോനെ നമുക്ക് കാണുവാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ 150 പേരോ 200 പേരോ ഇതിനകത്ത് കാണാം. എന്നാൽ ഇതിനകത്ത് നിന്നും ഇന്ന് പകൽ ആത്മാവ് എന്നോട് കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഇന്ന് ഈ മെസ്സേജ് നീ പറയുമ്പോൾ ഞാൻ ചുരുക്കം ചിലരെ ഹല്ലേലൂയ മിഥ്യാന്യ ശക്തികളെ തകർക്കാൻ ഗിദയോന്റെ കൂടെ ഗിദയോൻ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ചതുപോലെ ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ നിന്നും അനുസരണമുള്ള ദൈവഭയമുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന യഹോവയെ ഭയപ്പെടുന്ന കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം പേരെ ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ കഷ്ടകാലത്താണ് നമ്മൾ ആരെ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ. കഷ്ടകാലത്ത് പദം പറഞ്ഞ് കരഞ്ഞ് പെറുപെറുത്ത് മറ്റുള്ളവരെ പോലെ പേടിച്ചോടേണ്ടവരല്ല. ഏത് പ്രതികൂലത്തിലും നീ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചില പ്രവാചകന്മാരെ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പുള്ളി ഇരിക്കുന്നത് മുന്തിരിച്ചക്കിൻ്റെ അടുത്ത്, പക്ഷെ മെതിക്കുന്നത് ഗോതമ്പ്. ഹല്ലേലൂയ. കാരണം അവൻ്റെ അവകാശമായ ഈ ഗോതമ്പ് എല്ലാ മുന്തിരിച്ചക്കൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഓടി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കാരണം അഭിഷേകം ഇട്ടിട്ട് ദൈവത്തെ ഇട്ടിട്ട് ദൈവസാന്നിധ്യത്തെ വിട്ടിട്ട് പ്രശ്നം വന്നപ്പോൾ ഓടി ഒളിച്ചു. പലപ്പോഴും പ്രശ്നം വരുമ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ പ്രശ്നം വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ, ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരുന്ന് മുട്ടുമടക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിലരെ ആത്മനിറവിൽ ഈ ദിവസങ്ങളിൽ അന്ത്യകാലത്തിന് വേണ്ടി ഒരു വ്യത്യസ്തനായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. അപ്പൊ ഗിദയോൻ ഇരിക്കുന്നത് ഗോതമ്പ് ഒരു കൊയ്ത്ത് നിന്റെ കയ്യിൽ തരാനുണ്ട്. ഹല്ലേലൂയ. ഇത് വിട്ടുകൊടുക്കരുത്. നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച കൊയ്ത്ത്, നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച അഭിഷേകം, നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച പ്രാർത്ഥനയുടെ കൃപ, ദൈവം നിന്നെ ഏൽപ്പിച്ച ലീഡർഷിപ്പ്, ദൈവം നിന്നെ ഏൽപ്പിച്ച അനോയിന്റിങ്, ദൈവം നിന്നെ ഏൽപ്പിച്ച ജ്യേഷ്ഠ അവകാശം, ദൈവം നിന്നെ ഏൽപ്പിച്ച പൊസിഷൻ, ദൈവം നിന്നെ ഏൽപ്പിച്ച പൗരോഹിത്യം, ദൈവം നിന്നെ ഏൽപ്പിച്ച പാസ്റ്ററൽ അനോയിന്റിങ്, അതിനെ നീ കീപ്പ് ചെയ്യേണ്ട വ്യക്തിയാണ്. അതിന് നഷ്ടപ്പെടാൻ നീ അനുവദിക്കരുത്. അത് നീ കൈപ്പിടിയിൽ ഒതുക്കണം. ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്താൻ പിശാചിനെ നീ നിന്നു കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം ഒരു വ്യത്യസ്തനായിരുന്നു. എല്ലാവരും പറഞ്ഞ വ്യത്യസ്തൻ. ഹല്ലേലൂയ. നമ്മളൊരു വ്യത്യസ്തരായിരിക്കണം. എല്ലാവരെ പോലെയുള്ള പ്രാർത്ഥന അല്ലായിരിക്കണം നിന്റെ പ്രാർത്ഥന. എല്ലാവരും ആരാധിക്കുന്നത് പോലെ നീ ആരാധിക്കരുത്. ഞാൻ ആരാധിക്കുന്ന അവനെ കണ്ടിട്ടാണെന്ന് നീ പറയരുത്. അടുത്തിരിക്കുന്നവൻ ആരാധിക്കുന്നത് പോലെ നീ ആരാധിക്കാൻ ശ്രമിക്കരുത്. അടുത്ത് നിൽക്കുന്നവനെ നോക്കരുത്. ഇവിടെയുള്ള ഒരു വ്യക്തികളെ നോക്കി അവനെ അനുകരിക്കരുത്. അതിന് പകരം നീ പറയണം, ഞാനൊരു വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. അവനെ പോലെ ശുശ്രൂഷിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. അവൻ കാണുന്ന ദൈവത്തെ അല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അവൻ കേൾക്കുന്ന ദൈവശബ്ദമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അന്ത്യകാലത്ത് എന്നിലൂടെ ഒരു വ്യത്യസ്തമായ ഒരു അസാധാരണമായത് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ എൻ്റെ ദൈവമേ, ഞാനൊരു വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഗിദയോൻ എല്ലാവരെ പോലെയല്ല, അവൻ വ്യത്യസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഗിദയോൻ ചോദിക്കുകയാണ്, ദൈവമേ, ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത്, അപ്പൊ രാജ്യത്തെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ട സമ്പത്തിനെ കുറിച്ച്, രാജ്യത്തിലെ നശിച്ചു പോകുന്ന ജനങ്ങളെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച് ഒരു ഭയങ്കര എരിവുള്ള ഒരു ഗിദയോൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഈ രാജ്യം ഈ നശിക്കാനിടയായി, എന്തുകൊണ്ട് ഈ ജനങ്ങളെല്ലാം ഓടി വനത്തിനകത്ത് കയറി, ഈ കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ ആര് വിടുവിക്കും? ഹല്ലേലൂയ. അത് ചോദിച്ചപ്പോൾ സ്വർഗം ചലിച്ചു. ഒരാൾ മതി, നിന്റെ വീട്ടിനകത്ത് ഒരാൾ മതി. ഒരാൾ ചോദിക്കാൻ എഴുന്നേറ്റാൽ,
ഒരാള് കർത്താവ് എന്താ എൻ്റെ കുടുംബത്തിനകത്ത് ഇത് വരാൻ കാരണം, എൻ്റെ ദൈവമേ അങ്ങ് ഇവിടെ പോയി, എന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാത്തത്, എന്താ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നീ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വർഗം പറയും ഞാൻ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായി ഈ നാളുകളിൽ എൻ്റെ പ്രവാചകന്മാരെ ഞാൻ നിന്റെ അടുക്കൽ അയക്കാൻ പോവുകയാണ്. നിനക്ക് ചില ചോദ്യങ്ങളുണ്ട്, നിനക്ക് ചില ആശ്ചര്യപരമായ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പ്രതികരിക്കാൻ ഇന്ന് ഇതിനകത്ത് ആരാധനയ്ക്ക് വന്ന നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ആത്മാവ് പറയുകയാണ്, അങ്ങനെ വ്യത്യസ്തമായി പ്രതികരിക്കുന്നവനെ അടുത്തൊരു സീസണിൽ അസാധാരണ അഭിഷിക്തന്മാരും ശുശ്രൂഷകന്മാരും അസാധാരണമായ ഹല്ലേലൂയ വിളിയുള്ളവരായി എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസും അതുപോലെ തന്നെ മറ്റുള്ള 12 പേര്, ഇവർ 12 അപ്പോസ്തലന്മാർ യേശു കർത്താവിനെ വിട്ടിട്ട് ഒരു പടകിനകത്ത് കയറി അക്കരെ പോവുക. ഹല്ലേലൂയ. ഈ അക്കരെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ കടലിന്റെ മീതെ കൂടെ ഒരാൾ നടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടന്നു വരുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ 11 പേരും പറഞ്ഞു ഇത് ഭൂതമാണ്. ആരാണ്? ഇത് ഭൂതമാണ്. എല്ലാവരും പേടിച്ച് നിലവിളിക്കാൻ ഭൂതം താ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവർ കേട്ടിട്ടുണ്ട് ഗലീല കടലിനകത്ത് ഭൂതങ്ങളുണ്ടെന്ന് കേട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് കർത്താവാണ് യേശുവാണ് വരുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം അവർ കേട്ടതും അവരുടെ ഉള്ളിൽ കിടക്കുന്നതും വിശ്വസിച്ചുകൊണ്ട് അവർ ഭൂതമെന്ന് വിളിച്ചപ്പോൾ 12 പേരിൽ ഒരുവൻ മാത്രം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ മറ്റുള്ളവരെ പോലെ അവൻ പറഞ്ഞു ഇത് ഭൂതമല്ല, ഇത് നസ്രായനായ യേശുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനൊരു വ്യത്യസ്തനായിരുന്നു. അവൻ പറഞ്ഞു ഇത് ഭൂതമല്ല, ഇത് യേശുവാണ്. ഹല്ലേലൂയ. അവൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ 11 പേര് മിണ്ടാതെ മയിൽക്കുറ്റി പോലെ യേശുവാണെന്ന് അറിഞ്ഞിട്ടും ഒരു ചലനവും ഇല്ലാതെ അവരുടെ കാര്യം നോക്കി പടക് എങ്ങനെയെങ്കിലും അക്കരെ എത്തി വീടുകളിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മാത്രം ഒരു കാര്യം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഈ യേശു വരുന്നത് ഹല്ലേലൂയ കടലിന്റെ മീതെ കൂടെ നടന്നാ വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. ഇതുവരെ ഒരുവനും കാണാത്തൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് കണ്ടു തീരാനുള്ളതല്ല, ഇത് അനുഭവിച്ച് തീരാനുള്ളതാണ്. ഇത് കാഴ്ച കൊണ്ട് തീരുന്നതല്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവമായി മാറണമെങ്കിൽ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായി എൻ്റെ കർത്താവിനോട് പ്രതികരിക്കണം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു ഇതൊരു കാഴ്ചയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ എഴുതാം, പറയാം, പ്രസംഗിക്കാം. പത്രോസ് പറഞ്ഞു എൻ്റെ കർത്താവ് നടന്നു വരുന്ന ഞാൻ കണ്ടെന്ന്. പക്ഷേ ഞാൻ കണ്ടെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഹല്ലേലൂയ അത് കണ്ടു കേട്ടു എന്ന് അറിയാൻ, അത് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതുപോലെ നടക്കണം. ഹല്ലേലൂയ. യേശു നടന്നെന്നല്ല, ഞാൻ അന്ന് അതുപോലെ നടന്നെന്ന്. അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്തതിനും അധികം ചെയ്യുമെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? അങ്ങനെ ആരെങ്കിലും വ്യത്യസ്തമായി ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഗിദെയോനെ പോലെ പത്രോസിനെ പോലെ 12 പേര് പറയാത്തത്, ചിന്തിക്കാത്തത്, ആഗ്രഹിക്കാത്തത് ഇന്ന് പകൽ കർത്താവേ അങ്ങനോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ ആരാധനയായിരിക്കണം. നമ്മുടെ പ്രതികരണങ്ങൾ കർത്താവിനോടുള്ളതൊരു വ്യത്യസ്തമായിരിക്കണം. കാരണം ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഒരു വ്യത്യസ്തനാക്കി മാറ്റും. നീ കാലഘട്ടത്തിന്റെ വ്യത്യസ്തനായ ഒരു അഭിഷിക്തനായി മാറാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരാരും പറയാത്ത വെളിപ്പാട് നീ പറയാൻ പോകുന്നു. മറ്റുള്ളവരാരും കാണാത്ത ശുശ്രൂഷ നീ ചെയ്യാൻ പോവുകയാണ്. മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നീ ഇരിക്കണ്ട. അവർ പലതും ചെയ്ത് കണ്ട് പരിചയിച്ച് കിടന്ന് ആ ലെവലിൽ കിടക്കുക. പക്ഷെ നിന്നെ ഞാൻ വിളിച്ചത് ഒരു വ്യത്യസ്തനായി എൻ്റെ ദൈവം എന്ന് പറയുകയാണ്. നിന്റെ പ്രാർത്ഥനകൾ വ്യത്യസ്തമാകട്ടെ, നിന്റെ ആരാധനകൾ വ്യത്യസ്തമാകട്ടെ, നിന്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പല സഹോദരങ്ങളും പല അഭിഷിക്തന്മാരും ഇന്ന് സ്റ്റേജുകളിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ പഴയ കാലഘട്ടങ്ങളിൽ ഗ്രൗണ്ടുകളിലും സ്ഥലങ്ങളിലും ചെന്നിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ വസ്ത്രം നോക്കാതെ, അവരുടെ ഇരിപ്പിടം നോക്കാതെ, അവരുടെ പൊസിഷൻ നോക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് തന്നെത്താൻ മറന്നുകൊണ്ട് ആത്മനിറവിൽ ആരാധിച്ച നൃത്തം ചെയ്ത പലരെയും പിന്നത്തെ രാജാക്കന്മാരാക്കി ദൈവം തീർത്തത് കൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇന്ന്
ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന പല അഭിഷിക്തന്മാരും അവരുടെ സ്ഥലകാല ബോധങ്ങൾ മറന്നുകൊണ്ട് ഹല്ലേലൂയ ദാവീദിനെ പോലെ ആ മഹത്വത്തിന്റെ രാജാവായ ദൈവത്തെ താൻ രാജാവാണെന്നത് മറന്നുകൊണ്ട് അവരുടെ തലയിലിരുന്ന കിരീടങ്ങളെ താഴെയിട്ടിട്ട് വ്യത്യസ്തമായ രീതിയിൽ അർത്ഥനഗ്നനായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രതികരിച്ചവനെ ദൈവം വെറുതെ വിട്ടില്ല. ആ പ്രതികരിച്ചവനെ എന്റെ ദൈവം എടുത്ത് രാജാവാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, ഇതിനകത്ത് ഈ കാലഘട്ടങ്ങളിൽ ഗിദെയോനെ പോലെ ചിന്തിപ്പാൻ, പത്രോസിനെ പോലെ ചിന്തിപ്പാൻ, ദാവീദിനെ പോലെ ചിന്തിപ്പാൻ ഒരു വ്യത്യസ്തമായി എന്റെ ദൈവമേ, മറ്റുള്ളവരുടെ ഫെയ്ത്ത് അല്ല എന്റെ ഫെയ്ത്ത്. സാധാരണ ആരാധിക്കുന്നവന് സാധാരണ വിടുതല്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ദൈവത്തിനോട് പ്രതികരിക്കുന്നവന് സൂപ്പർ നാച്ചുറലായ ഡെലിവറൻസ് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ പ്രതികരണം ഏത് അനുഭവത്തിലാണ്? നീ തണുത്ത അനുഭവത്തിൽ ഇരുന്നാൽ നിന്റെ വിടുതലുകളും അതുപോലെ തണുത്ത് വരും. എന്നാൽ ഇന്ന് പകല് ഒരു തീ പോലെ ദൈവസന്നിധിയിൽ നിൽക്കാൻ നീ ആഗ്രഹിച്ചാൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അഗ്നിയായി, ഒരു തീയായി, ഒരു സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ ദൈവത്തിനോടും ദൈവരാജ്യത്തിനോടുമുള്ള നിന്റെ പ്രതികരണം ഇന്ന് ഭഗവാൻ തണുത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ 100% പറയുന്നു, നിന്റെ